ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയർലാൻഡിൽ വന്നിട്ട് ആദ്യത്തെ ഓണമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കുറേ ഗെയിംസൊക്കെ കളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡും അതുപോലെ തന്നെ എല്ലാവരും കൊണ്ടുവന്ന ഫുഡും അതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ അഴിച്ച് ഇതാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ കാളനാണ് കേട്ടോ, കാളൻ, അതുപോലെ കൂട്ടുകറി, നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് കേട്ടോ, അതുപോലെ പരിപ്പ് പായസം, പിന്നെ നമ്മുടെ മീൻ സംഭവം ചോറ്, അതുപോലെ നെക്സ്റ്റ് ഇഞ്ചമ്പുളി. ഇത് നമ്മുടെ എന്താ പറയുക മീൻ കറി പോലെ വെക്കൂലേ വെജിറ്റബിൾ, അതാണ് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂട്ടി എന്തോ ഒരു തോരനാണ് കേട്ടോ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അതിനെന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. ഇതും അതുപോലെ തന്നെ എന്തോ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു തോരൻ, ഒരു ലഡു, അതുപോലെ വട ഉണ്ടായിരുന്നു. ഇതും നോർത്ത് ഇന്ത്യൻ ലെമൺ റൈസ് പോലെ. ഇത് രാജ്മയാണ് കേട്ടോ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്. അതുപോലെ അച്ചാറുണ്ട്. അതുപോലെ ഇത് പുളിക്കുളമ്പാണ് കേട്ടോ, തമിഴ്നാട് സ്റ്റൈല്. അപ്പം നമ്മളുടെ എല്ലാം നോർത്ത് ഇന്ത്യനും അതുപോലെ തമിഴ്നാട് സ്റ്റൈലിലുള്ള കുറേ ഡിഷസ് ഉണ്ട് കേട്ടോ. അവിയൽ റെഡി ആയിട്ടുണ്ട്, പപ്പടം, അതുപോലെ രസം. ഇത് നമ്മൾ മധുരക്കറി വെക്കാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ, അത് സെറ്റായി വരുന്നു. ക്യാബേജ് തോരൻ, പാലട, സാമ്പാർ, മത്തങ്ങ, പയറ്, എരിശ്ശേരി. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളെ ഗെയിംസൊക്കെ കളിക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറത്തൊക്കെ കളിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ മഴയായിരുന്നു ഗെയ്സ്, നല്ല മഴയായിരുന്നു. അതുപോലെ അത്യാവശ്യം ഇരുട്ടുമായിരുന്നു കേട്ടോ, ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പായസമൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാലട കുറച്ച് കട്ടാവാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇല ഇടുന്ന കാര്യമൊക്കെയാണ് കേട്ടോ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൊണ്ട് ഒറ്റ ട്രിപ്പിൽ ഇരിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒക്കെയാണ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ പായസമൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ മധുരക്കറി സെറ്റായി വരുന്നുണ്ട്. അതൊന്ന് കുറുകി ഒന്ന് കട്ടായിട്ട് വരണം. അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ ഇല ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടി അവിടേക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കി നമ്മൾ ഇല ഇടാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ക്വയർ പോലെ ഇങ്ങനെ ഇടാമെന്നാണ് വിചാരിച്ചത്, എല്ലാവരും കൊള്ളുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇല ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സ്ക്വയറിലാണ് കേട്ടോ ഇല ഇട്ടിരുന്നത്. അങ്ങനെ നമ്മളെ വിളമ്പി തുടങ്ങി ഗൈസ്. അങ്ങനെ ഉപ്പിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. ഉപ്പ്, അച്ചാർ, ഇഞ്ചമ്പുളി, അതുപോലെ കാളൻ, ഇങ്ങനെയാണ് കേട്ടോ ഇട്ടിരുന്നത്. അതുപോലെ ഒരുപാട് കറി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി സദ്യ ആയിരുന്നു. എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സദ്യ ആയിരുന്നു കേട്ടോ. കുറച്ച് തമിഴ്നാട് സ്റ്റൈൽ കുറച്ച് ഡിഷസും അതുപോലെ നോർത്ത് ഇന്ത്യൻ കുറച്ച് ഡിഷസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാം ഓരോന്നോരോന്ന് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കുറേ കറികളുണ്ടായിരുന്നു, അതുപോലെ നല്ല അടിപൊളി ഒരു സദ്യ ആയിരുന്നു. അങ്ങനെ എല്ലാം ഏകദേശം വിളമ്പി തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എന്തൊക്കെയോ കുറച്ച് കറികളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒക്കെ വിളമ്പി അവസാനിപ്പിച്ച് നമ്മൾ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഫുള്ള് ഫുഡൊക്കെ സെൻറ്ററിൽ വെച്ചിട്ട് ഫുള്ളെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇരുന്നു, കണ്ട രസമുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഓണാഘോഷം നല്ല അടിപൊളിയായിട്ട് നല്ല പൊടി പൊടിച്ചു എന്ന് പറയാം കേട്ടോ. നമ്മളിത് ഫുഡൊക്കെ കഴിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇത് ഓൾമോസ്റ്റ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ എല്ലാവരും. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞു. നമ്മൾ ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സുന്ദരിക്ക് പൊട്ടുകുത്തലും, അതുപോലെ നമ്മൾ ഗ്ലാസ് ഇങ്ങനെ അട്ടിട്ടായിട്ട് വെച്ചിട്ട് ബോൾ എറിഞ്ഞിട്ട് അതെല്ലാം ഗ്ലാസ്സും വീഴ്ത്തണം കേട്ടോ, അതാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും 3 റൗണ്ട് വെച്ചിട്ട് നമുക്ക് ഗ്ലാസ് തട്ടിടാം കേട്ടോ. അങ്ങനെ നമ്മൾ അതാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ഒന്നും ഒരു ഗ്ലാസ് പോലും വീണില്ല ഗൈസ്. അങ്ങനെ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു എന്നറിയാം, എന്നാലും എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ നമ്മുടെ ഗെയിമൊക്കെ കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ ജയിച്ച ആൾക്ക് ഒരു ഗ്ലാസ് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ സുന്ദരിക്ക് പൊട്ടുകുത്താൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഐശ്വര്യ റായിയുടെ ഫോട്ടോ ആണ് ഒട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളിത് കറക്കി ഉന്തിത്തള്ളി വിടുന്നുണ്ട് കേട്ടോ പൊട്ടുകുത്താൻ വേണ്ടിയിട്ട്.
അങ്ങനെ നമ്മുടെ സുന്ദരിക്ക് പൊട്ടുകുത്തലൊക്കെ ഇവിടെ നല്ല ആഡംബരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വിജയിച്ച ആൾക്ക് നമ്മൾ ഈ ഫോട്ടോ ആണ് സമ്മാനമായിട്ട് കൊടുത്തത്. അങ്ങനെ നമ്മൾക്ക് കുറേ ഗെയിമൊന്നും കളിക്കാൻ പറ്റിയില്ല, കാരണം പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്ക് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.